സർവത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും സർവ നല്ല ദാനങ്ങളുടെ ദാതാവുമായ നമ്മുടെ ദൈവത്തെ നാം പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം എന്ന് മാത്രമല്ല, അവൻ നമുക്ക് സൗജന്യമായി തന്നിരിക്കുന്ന ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് അതിൻ്റെ ഒരു ദശാംശം അവനു വേണ്ടി സ്നേഹത്തോടുകൂടി സമർപ്പിക്കണം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സർവവും നിങ്ങൾക്ക് ലഭിക്കും എന്ന് വേദപുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്ന സ്നേഹമോടെ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്ന സ്നേഹമോടെ എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്ന സ്നേഹമോടെ എങ്കിലും ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായാലും, നാം അവനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം വന്നാലും അവൻ ഒരു കാലത്തും നമ്മെ തള്ളിക്കളയുകയില്ല. 3 വർഷക്കാലം അവനോടുകൂടെ ജീവിച്ചിട്ട് 3 പ്രാവശ്യം അവനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു സ്നേഹിച്ചുവെന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മാത്രമല്ല, അവങ്കിൽ നിന്ന് നാം എത്ര ദൂരം ഓടിപ്പോയാലും അവൻ നമ്മെ ചേർത്തുകൊള്ളും, അവൻ നമുക്ക് വേണ്ടി കാത്തു നിൽക്കും എന്ന് നമുക്കറിയാം. യോന ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി, എങ്കിലും ദൈവം അവനെ സ്നേഹിച്ചു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇത്രയും വിചിത്രമായ സ്നേഹം തരുന്ന ഈ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കുവാനായി ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ എന്ന പാട്ട് നമുക്ക് പാടാം. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, എത്രയും വിചിത്രമേ സുരക്ഷണ